ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. ജനങ്ങളെ അല്ലാഹുവിനെ ഓർക്കണമേ. ജാഅത്തിർ റാജിഫ തത്ബഉഹാ റാദിഫ ജാഅൽ മൗതു ബിമാ ഫീഹി. മരണം അതിന്റെ ഭീകരമായ ഓർമ്മകളുമായി വന്നിരിക്കുന്നു. മരണം വന്നിരിക്കുന്നു. ആ വിളിച്ചു പറയപ്പെടുന്ന നേരമേതാണെന്നറിയുമോ? അല്ലാഹു ആകാശ ലോകങ്ങളിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അവന്റെ റഹ്മത്ത് ഇറക്കുന്ന ഒരു നേരമുണ്ട്. അല്ലാഹു ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പദപ്രയോഗമുണ്ട് ഹദീസുകളിൽ. അതിനർത്ഥം അല്ലാഹു വരുമെന്നല്ല. തആല അല്ലാഹു അൻഹു ഉലുവൻ കബീറാ. അല്ലാഹുവിന്റെ റഹ്മത്തും അവന്റെ ഫദ്ലും ഇറങ്ങി വരും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ലാഹു ചോദിക്കുന്നു, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹ്. ആരാണോ എന്നോട് ചോദിക്കാനിരിക്കുന്നത്, ആരാണോ എന്നോട് ദുആ ഇരക്കുന്നത്, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാം. വമൻ യസ്അലുനി ഫഅഅതിയഹു. ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവർക്ക് കൊടുക്കാം. വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്. ആരാണ് എന്നോട് മാപ്പിരക്കുന്നത്, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. ഹത്താ യത്ലുഅൽ ഫജ്ർ. സുബ്ഹിയാകുന്നവരെ ഇങ്ങനെ അല്ലാഹു വിളിച്ചു പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ നേരത്ത് ഹബീബായ നബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വിരിപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നു. വാതിൽ തുറന്ന് മദീനയുടെ തെരുവുകളിലൂടെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട അനുയായികളെ ഉണർത്തുകയാണ്. അലാറമില്ലാത്തൊരു കാലത്ത്, ടൈമറില്ലാത്തൊരു കാലത്ത് ഹബീബായ നബിതങ്ങൾ സ്വഹാബികളെ ഉണർത്തുകയാണ്. ഉദ്കുറുല്ലാഹ്. അല്ലാഹുവിനെ ഓർക്കണേ. യാ അയ്യുഹന്നാസ് ഉദ്കുറുല്ലാഹ്. അല്ലാഹുവിനെ ഓർക്കണേ. ജാഅത്തിർ റാജിഫ തത്ബഉഹാ റാദിഫ ജാഅൽ മൗതു ബിമാ ഫീഹി. മരണം വരാനുണ്ട്, ഉറങ്ങിത്തീർക്കല്ലേ. ജീവിതം ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, വിശ്രമം വേണം. ആ വിശ്രമം കഴിഞ്ഞ് അധ്വാനത്തിനുള്ള ഉന്മേഷത്തിന്. ജീവിതം ഉറങ്ങിത്തീർക്കാനുള്ളതല്ല. മരണം വന്നിരിക്കുന്നു, നിങ്ങൾ എഴുന്നേൽക്കണേ, അല്ലാഹുവിനെ ഓർക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ മദീനയുടെ തെരുവുകളിൽ ഇറങ്ങി പറയുമായിരുന്നുവെന്ന് ഉബയ്യ് റളിയല്ലാഹു അൻഹു അത് കേട്ട ഒരു ദിവസം ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക. നബിയേ, ഞാൻ അങ്ങേക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നത് ഒരു തർബിയത്താണെന്നാണ്. ഒരു മുറബ്ബിയായ ഷെയ്ഖ് ചെയ്യുന്ന പണി സ്വലാത്ത് കൊണ്ട് നടക്കും എന്ന് മഹാന്മാർ പറയാറുണ്ട്. അല്ലാഹു ഹബീബിന്റെ മേൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്ന സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. എത്രയോ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് സ്വലാത്തിന് മാത്രം. സ്വലാത്തു അലൻ നബി, നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകളൊക്കെ ഓരോരുത്തരും ചൊല്ലിത്തീർക്കുന്ന വളരെ മനോഹരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. ഉബയ്യ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഞാൻ എന്റെ രാവിൽ ചില സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്, അല്ലാഹുവിനോട് ദുആ ഇരക്കാൻ വേണ്ടി. ഇന്നി ഉക്സിറു സ്വലാത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. നബിയേ, ഞാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയത്ത് ഞാൻ അങ്ങേക്ക് വേണ്ടി എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയേ, എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഉബയ്യ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു, മാ ശിഅത. ഉബയ്യേ, നിങ്ങൾക്ക് വേണ്ടത്ര ആയിക്കോട്ടെ, വേണ്ടത്ര സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഇവിടെ ഒരു സ്വലാത്ത്, നബിയുടെ മേലുള്ള സ്വലാത്ത്, കം അജ്അലു ലക മിൻ സ്വലാത്തി. ആ സ്വലാത്തിന്റെ അർത്ഥം കം അജ്അലു ലക മിൻ സ്വലാത്തി ഐ ദുആഇ. ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി, അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഏതാനും ചില മണിക്കൂർ സമയമുണ്ട് നബിയേ. ഞാൻ ആ നേരത്ത്, എന്റെ ദുആഇന്റെ നേരത്ത് അങ്ങയുടെ മേൽ ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം എന്നാണ് ചോദിച്ചത്. പാതിരാവിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നബിതങ്ങൾ പറയുമായിരുന്ന നേരത്ത് എഴുന്നേറ്റ് വന്ന് നബിതങ്ങളുടെ വിളിയാളം കേട്ട് ഓടി വന്നുകൊണ്ട് കഅബന്നവർ ചോദിച്ച ചോദ്യമാണത്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. ഞാൻ എത്രയാണ് നബിയേ എന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയത്തിൽ നിന്ന് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത്? മാ ശിഅത. അങ്ങേക്ക് വേണ്ടത്ര ആയിക്കോട്ടെ. ഉബയ്യ് എന്നവർ ചോദിച്ചു, അർറുബ്.
അതായത് 1 മണിക്കൂറാണ് നിങ്ങൾ ദുആക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെങ്കിൽ അതിന്റെ 4/1 15 മിനിറ്റ് മതിയോ നബിയെ? ഉദാഹരണം പറയാം, 15 മിനിറ്റ് മതിയോ? ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കും ഉബൈ എന്നവർ മാറ്റിവെക്കുക. അപ്പൊ അതിന്റെ 4/1 അരമണിക്കൂർ. 1 മണിക്കൂറെങ്കിൽ ഒരു 15 മിനിറ്റ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, മാ ശിഅത, അങ്ങേക്ക് വേണ്ടത്ര ചെയ്യാം, വ ഇൻ ശിഅത ഫഹുവ ഖൈറുൽ ലക, നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഖൈറാണ്. അപ്പൊ ഉബൈ എന്നവർ അസ്സുലുസ്, പിന്നെ 3/1 ആയിക്കോട്ടെ നബി. 1 മണിക്കൂറാണെങ്കിൽ 20 മിനിറ്റ്, 2 മണിക്കൂറാണെങ്കിൽ 40 മിനിറ്റ്. ദുആക്കുള്ള നേരം 40 മിനിറ്റ് സ്വലാത്ത് തന്നെ. എന്നാൽ എന്റെ സമയത്തിൽ 1/3 ഞാൻ മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങളുടെ മറുപടി വന്നു, മാ ശിഅത വ ഇൻ സിത്ത ഖൈറുൽ ലക, നിങ്ങൾക്ക് വേണ്ടത്ര ആവാം നബിയെ, കുറച്ചുകൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് നല്ലത്. പകുതി ആയിക്കോട്ടെ നബിയെ. 1 മണിക്കൂർ, അപ്പൊ അരമണിക്കൂർ സ്വലാത്ത് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ല. 2 മണിക്കൂർ ആ സമയം ദുആരക്കാൻ മാറ്റിവെച്ചത്, എന്നാ 1 മണിക്കൂർ നബിക്ക് സ്വലാത്ത് ചൊല്ല. അങ്ങനെ ആയിക്കോട്ടെ നബിയെ. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ശിഅത, നിങ്ങൾക്ക് വേണ്ടയത്ര ചൊല്ലാം, വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, ഉബയ്യെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈറുണ്ടാകും. ഉബയ്യ എന്നവർ ചോദിച്ചു, എന്നാൽ നബിയേ, അജ്അലു ലക സുലുസൈ സ്വലാത്തി, എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ നിന്ന് 2/3 ഭാഗം, അതായത് 1 മണിക്കൂറാണെങ്കിൽ 40 മിനിറ്റ്, 2 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറും 20 മിനിറ്റും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും അതേ മറുപടി തന്നെ കൊടുത്തു, മാ ശിഅത വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയാവാം, വർദ്ധിപ്പിച്ചാൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. നേരം ഉബൈ റളിയല്ലാഹു അൻഹു, ഇനി എത്രയാണ് നബി തങ്ങളോട് പറയേണ്ടത്? 4/1 മതിയോ? കൂട്ടിക്കോളൂ ഉബയ്യെ. 3/1 മതിയോ നബിയെ? കൂട്ടിക്കോളൂ ഉബയ്യെ. 3/2 കൂട്ടിക്കോളൂ ഉബയ്യെ, പകുതി കൂട്ടിക്കോളൂ ഉബയ്യെ എന്ന് പറഞ്ഞപ്പോ ജഅലു ലക സ്വലാത്തി കുല്ലഹാ, എന്റെ നിസ്കാരത്തിലെ, എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ ഞാൻ അത് മുഴുവനും എന്റെ കാര്യം അല്ലാഹുവിനോട് ദുആയിരക്കേണ്ടതിന് പകരം ആ സമയം മുഴുവനും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ഞാൻ സലാത്തും സലാമും ചൊല്ലിക്കോട്ടെയോ നബിയേ. എന്റെ കാര്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല അല്ലാഹുവിനോട്, പിന്നെന്താ ചെയ്യുന്നത്? ആ നേരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നു, ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ മതിയോ നബിയേ? എന്താ നബി തങ്ങൾ കൊടുത്ത മറുപടി? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ തങ്ങൾ കൊടുത്ത മറുപടി, ഇക്ഫീകല്ലാഹു ഹമ്മക വയഗ്ഫിറു ലക ദംബക, അല്ലാഹു നിങ്ങളുടെ ടെൻഷൻ ഇല്ലായ്മ ചെയ്യും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഇദൻ യക്ഫീകല്ലാഹു ഹമ്മക, ടെൻഷൻ, ആങ്സൈറ്റി, എന്താ പറയാ, മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ വെറുതെ കൗൺസിലിങ്ങിന് പോവുക. സ്വലാത്ത് ചൊല്ലിയാൽ തീരാവുന്ന വിഷയമുള്ളൂ. അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഹബീബിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇദൻ യക്ഫീകല്ലാഹു ഹമ്മക, നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു നിങ്ങൾക്ക് മാറ്റിത്തരും. വയഗ്ഫിറു ലക ദംബക, അല്ലാഹു നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ നബി തങ്ങളുടെ മറുപടി വരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടിയും ചോദ്യവും നടന്നത് മരണം ഓർമ്മിപ്പിച്ചുകൊണ്ട് മദീനയുടെ തെരുവിൽ പാതിരാവിൽ സമയം സുബഹിയോടടുക്കുന്ന നേരത്ത് ലോകത്തിന്റെ ഗുരു വഴിവക്കിലൂടെ നടന്നുപോയി സ്വഹാബികളെ വിളിച്ചുണർത്തിയ നേരത്താണ് ഈ ഒരു ചോദ്യവും മറുപടിയും നടക്കുന്നത്. നാമം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം